ഓക്കെ, അപ്പോൾ ടൈറ്റിലും തമ്മിലെല്ലാം കണ്ട പോലെ തന്നെ ഈ 2026 പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ഫോൺസ്. ഇതിൽ ഞാനിപ്പോൾ ഈ വേസ്റ്റ് ഫോൺസ് എന്ന ഫോണിൽ ഇതിൽ ഞാനൊരു ഫോൺ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഫോൺ വേസ്റ്റ് ലിസ്റ്റിൽ വന്നു എന്നുള്ള പെർഫെക്റ്റ് റീസണും പാടെ നമുക്ക് പറഞ്ഞു. ഈ വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഫോണൊക്കെ ഈ ലിസ്റ്റിലുണ്ടാവും, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഇട്ട് വെക്കുന്ന ഫോണൊക്കെ ഈ ലിസ്റ്റിലുണ്ടാവും. ഓക്കെ, പിന്നെ എൻ്റെ ഭാഗത്തുള്ള എന്താ നമ്മുടെ കേക്ക് എന്തുകൊണ്ട് ഞാനിതിന് ഈ ഔട്ട്ഡേറ്റഡ് ഫോണാണ് 2026 വേസ്റ്റ് ഫോണാണ് 2026 എന്ന് പറയാൻ റീസണും പാടെ കേൾക്കുക എന്നിട്ട് വിലയിരുത്തുക. ഓക്കെ, മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആപ്പിള്, സാംസങ്, ഗൂഗിൾ പിക്സൽ. ഓക്കെ, ഈ വേസ്റ്റ് ഫോണിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫോൺസ് ഉള്ള ബ്രാൻഡ് പറഞ്ഞാൽ അത് നമ്മളെ ടിമ്മണ്ണൻ്റെ ആപ്പിളിന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം വെച്ചാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്നതും ഈ ഒരു സെയിം ബ്രാൻഡിന് വരില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വേസ്റ്റ് ഫോൺസിൻ്റെ ആപ്പിളിൻ്റെ വേസ്റ്റ് ഫോൺസ് നമ്മൾ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ പോകും. ഓക്കെ, ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൾഡർ ഫോൺസ്, അതായത് ഐഫോൺ 7, ഐഫോൺ 8, ഐഫോൺ 10, ഐഫോൺ 10 സീരീസില്ലേ, ഐഫോൺ 11 സീരീസ്, ഇത്രയും വരുന്ന ഫോൺസൊക്കെ വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഫോൺസ് ഇൻ ടു ബൈ ഇൻ 2026, നോ ഡൗട്ട്. ഞങ്ങൾക്ക് കറക്റ്റ് റീസൺസ് ഉണ്ടാ. ഈ ഐഫോൺ 7, 8 പറ്റും ഞാൻ ഇവിടെ സംസാരിക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഔട്ട്ഡേറ്റഡ് ഷിറ്റുകളാണ് അതൊക്കെ. ഇപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാണ്, വെറും പൊട്ടത്തരാണ് കാണിക്കുന്നത്. വെറും ആപ്പിളാണ് എഴുതിയാണ്ട് അത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചിന്തിക്കണല്ലോ, ഒരു വെറുതെ പോലെ ക്യാഷ് കളയണമെന്നുള്ളത് ഫോർ ഷുവർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഈ ഐഫോൺ 11 ആണല്ലോ ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഇതിനെപ്പറ്റി പറയണേ തന്നെ ഇപ്പോൾ ഈ 2026 നിങ്ങൾ ഫോൺ പർച്ചേസ് ചെയ്യാൻ അയച്ചോ, അതിൽ ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് അതിലൊരു 5G വേണം. അറ്റ്ലീസ്റ്റ് ഈ ഐഫോൺ 11 വരെയല്ല ഒരു ഡിവൈസിലും ആപ്പിളിൽ 5G ഇല്ല. അത് മേജർ ഡ്രോബാക്ക് തന്നെയാണ്. അതൊന്നും ഒരിക്കലും 2026 അങ്ങനത്തെ കാര്യങ്ങളൊന്നും അക്സെപ്റ്റബിളേ അല്ല. രണ്ടാമത്തെ നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ ഫോൺ ഈവൻ ദോ ഐഫോൺ 11 ആണെങ്കിൽ തന്നെ 6 കൊല്ലം പഴക്കമായി. ശരിയാണ്, 6 കൊല്ലം മുന്നേ ആ ഫോണൊക്കെ കിടിലം ഫോണായിരുന്നു. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ 2026 വരുന്ന സമയത്ത് അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഈ കൊല്ലത്തോട് കൂടിയാണ്ട് ഐഫോൺ 11 സീരീസിൻ്റെ മൊത്തത്തിൻ്റെ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തീരും. പിന്നെ വരുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെയൊക്കെ ബാറ്ററി ഹെൽത്ത് വളരെ ശോകകരം. ഈവൻ ദോ ഐഫോൺ 11 പ്രോ മാക്സ് തന്നെ എടുത്തോ 3000 സംതിങ് mAh ബാറ്ററി ഹെൽത്ത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഫോൺ 6 കൊല്ലം പഴക്കണ്ടാകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഫോൺ നിങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ തന്നെ അപ്പോൾ യൂസറേ കിട്ടുള്ളൂ. ഒബ്വിയസ്ലി യൂസറേ കിട്ടുള്ളൂ. നിങ്ങൾ യൂസർ ഈ ഫോൺസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ബാറ്ററി ഹെൽത്ത് പറഞ്ഞാൽ ഒരു 80% സംതിങ് ഒക്കെ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് യൂസർ വാങ്ങാൻ തന്നെ കിട്ടുക, അല്ല ചിലപ്പോൾ അതിൻ്റെയും താഴെ കാരണം. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ആപ്പിളിൻ്റെ ബാറ്ററി ഹെൽത്ത് അതൊരു 100% 80 വരാണെന്നുണ്ടെങ്കിൽ ഈ ഐഫോൺ 11 കേസിൽ ഒരു 500 വട്ടമൊക്കെ ചാർജ് ചെയ്താലേ 100 to 80 വരെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും പെട്ടെന്ന് തന്നെ. ഈ ഫോണൊക്കെ എത്രയും ഓൾഡർ ആയതുകൊണ്ട് തന്നെ അതൊക്കെ അതിൻ്റെ വക്കിൽ നിൽക്കുക. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒരു ഓൾറെഡി ബാറ്ററി ചേഞ്ച് ചെയ്ത ഡിവൈസ് എടുക്കണം. പക്ഷേ ഞാൻ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഏജ് ആയി കാണും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ വളരെ മോശകരം. സ്ക്രീൻ ഓൺ ടൈം ഞാൻ പറയട്ടെ, ഒരു 6 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടാൻ വേണ്ടി നിങ്ങൾ കടന്ന് എട്ടങ്ങാറോ. ഇതിൽ നമ്മൾ ഈ സത്യം പറയാം, ഈ വീഡിയോ കാണുന്നില്ല എത്ര ആൾക്കാർ ഐഫോൺ 10 സീരീസ് ഐഫോൺ 11 സീരീസ് ഉപയോഗിച്ചാണ്ട് സത്യം പറഞ്ഞു നിങ്ങളെ ബാറ്ററി ഹെൽത്ത് വളരെ ശോകമായിരിക്കും. എനിക്ക് അറിയാം, വളരെ ശോകമായിരിക്കും. നിങ്ങൾ 2, 3, 4 വട്ടമൊക്കെ ഒരു ദിവസം കുത്തിക്കുണ്ടാവും. എന്നോ വേണ്ടി ഒരു ഷോ ഓഫിന് വേണ്ടി ഈ ഓൾഡർ ജനറേഷൻ ഫോണിൽ പെട്ടുപോയ ആൾക്കാരെ കാര്യങ്ങൾ. പിന്നെ പറയാൻ വെച്ചാൽ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വേരിയൻ്റ് 64 GB തുടങ്ങുന്നത്. ഈ 64 GB സ്റ്റാർട്ടിങ് വേരിയൻ്റ് ഒക്കെ എടുത്തിട്ട് എന്താവാൻ. ഈ 2026 നിങ്ങൾ ഐഫോൺ എന്നല്ല ഏത് ഫോൺ എടുക്കാവട്ടെ, ഏത് ഫോൺ എടുക്കട്ടെ, മിനിമം അതിൽ 256 GB സ്റ്റോറേജ് എങ്കിലും ഉണ്ടായിരിക്കണം. 128 GB വേരിയൻറ്റ് പോലും എടുത്തു പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഓരോരുത്തർ പറയുന്നത് 64 ഒന്നും ആകുമ്പോൾ വെറും പൊട്ടത്തരാണത്. ഞാൻ ഈ ആപ്പിളിൽ നിന്നുള്ള കാര്യമല്ല, ഏത് ഫോൺ എടുക്കുമ്പോൾ അതിൽ 256 GB സ്റ്റോറേജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കാര്യമല്ല വെച്ചാൽ ഇതിലൊക്കെ ലൈറ്റ്നിങ് കേബിളൊക്കെയാണ് ഉള്ളത്. ഇപ്പോഴും ലൈറ്റ്നിങ് കേബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2026 അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് Type-C കേബിൾ. ഈവൻ ദോ ഐഫോൺ 15 ശേഷം അല്ലത് ഒരു Type-C കൊടുന്നു. ഓക്കെ, താങ്ക്സ് ടു യൂറോപ്യൻ യൂണിയൻ ബട്ട് അന്ന് ആ ഐഫോൺ 11 സീരീസ് ഇതിലൊക്കെ ഇപ്പോഴും ലൈറ്റ്നിങ് കേബിളാണുള്ളത്. ഈ ലൈറ്റ്നിങ് കേബിൾ C ടൈപ്പും വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ C ടൈപ്പ് കുറച്ചും കൂടെ ബെറ്ററാണ്, ഫാസ്റ്ററാണ്. പിന്നെ നമ്മളെ കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സപ്പോർട്ടറാണ്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ വെച്ചാൽ പറയാൻ വെച്ചാൽ ആപ്പിളിൻ്റെ അന്നത്തെയും ചെറ്റത്തരം ഇന്നത്തെയും ചെറ്റത്തരം അതിലൊരു മാറ്റമുള്ളത് ആപ്പിളുണ്ടെങ്കിൽ ഈവൻ ഐഫോൺ 11 പ്രോ മാക്സിൽ പോലുള്ളത് 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ. 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ സത്യം പറഞ്ഞാൽ ഈ 2026 ബെറ്റർ അല്ല.
ഒരിക്കലും എനിക്കത് ഇപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെ. ഈവൻ ദോ ഐഫോൺ 16 വരെ ഒരു 60 ഹെർട്സ് കൊടുത്തിട്ട് എനിക്ക് ഇപ്പോഴും അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയുള്ളത്. ഈവൻ ദോ ഇത്രയൊക്കെ പോരായ്മകൾ ഈ ഫോൺസിനൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇതിനൊക്കെ എപ്പോഴും അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട്. ഐഫോൺ 11 ആണെന്നുണ്ടെങ്കിൽ 20K അടുത്ത് പ്രൈസ് വരുന്നുണ്ട് യൂസിലുണ്ട്. 11 Pro Max ആണെന്നുണ്ടെങ്കിൽ 25-26K ഒക്കെ പ്രൈസ് വരുന്നുണ്ട്. ഈ വക ഫോൺസ് ഒന്നും 2024 പർച്ചേസ് ചെയ്യരുത് പ്ലീസ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നുണ്ട്, വെറും പൊട്ടത്തരാണ്. ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺസ് ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്. കേട്ടല്ലോ, ഇതാണ് എൻ്റെ റീസൺ. ഈ ഐഫോൺ 7, 8, 10s ഓർ 10R, ഈ ഐഫോൺ 11 ഇതൊക്കെ തീർന്നു, കാലം കഴിഞ്ഞു. ഓക്കെ, വേഴ്സ്റ്റ് ഫോൺസിൻ്റെ എൻ്റെ ലിസ്റ്റിൽ ടോപ്പിലുള്ള ഫോൺസാണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഐഫോൺ 12 സീരീസ്. ഓക്കെ, ഐഫോൺ 12 സീരീസിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. ഐഫോൺ 12 സീരീസിൽ ഇവർ 5G കൊണ്ടിട്ടുണ്ട്. ഐഫോൺ 12 മുതൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ആപ്പിളിനും ഐഫോൺ 12 മുതലാണ് 5G ഇറങ്ങിയത്. ഓക്കെ, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. സ്റ്റിൽ എന്തുകൊണ്ട് 2026 വേഴ്സ്റ്റ് ഫോണിൽ ഐഫോൺ 12 ഉപയോഗിച്ച് സ്റ്റിൽ ആ പഴയ കാര്യങ്ങൾ തന്നെ ഇതിലും വരുന്നുണ്ട്. നോക്ക്, ഈ ഫോൺ ഇപ്പോൾ 5 കൊല്ലം പഴക്കമായി. ശരിയാണ്, 2026 ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തീരില്ല. 2027 ഐഫോൺ 12 സീരീസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തീർന്നു കൊടുക്കുക. ഓക്കെ, iOS 27 ഒക്കെ കിട്ടും. ഓക്കെ, പക്ഷേ ഈ ഫോണിൽ 5G ഉണ്ടെന്ന് പറഞ്ഞു, അതന്നെ ഇതിൻ്റെ ഒരു ഡ്രോയിക്ക്. ആ ഫോണ് 5Gയിൽ റൺ ചെയ്യുന്ന സമയത്ത് ആ ഫോൺ നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട് ആ ഫോണിൻ്റെ. ശരിയാണ്, ഈ ഐഫോൺ 12 ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര രസമാണ്, ആ ബോക്സി ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ബട്ട് ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ ആവശ്യം. ആൻഡ് ഇതിൻ്റെ ബാറ്ററിൻ്റെ MAH ഒക്കെ എടുത്തേക്കാണെങ്കിൽ 2815 MAH ഒക്കെയാണ് ഈ പറയുന്ന ഐഫോൺ 12 വരുന്നത്. അതിൻ്റെയൊക്കെ ബാറ്ററി ഹെൽത്ത് തന്നെ വളരെ ഷോക്കേക്കാരം. നിങ്ങൾ ഈ ഐഫോൺ 11 പോലെ തന്നെ 3-4 വട്ടൊക്കെ ഒരു ദിവസം യൂസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ പോലും തന്നെ നിങ്ങൾ ഒരുപാട് കടന്ന് സ്ട്രഗിൾ ചെയ്യും. ശരിയാണ്, ഇതിൻ്റെ വീഡിയോ ക്യാപ്പബിലിറ്റി നല്ലതാണെന്ന് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഐഫോൺ 12 സത്യം പറഞ്ഞാൽ ഇപ്പം അല്ല. ആൻഡ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് 128 GB ആണ്, അതൊരു പ്രശ്നമാണ്. പിന്നെ ഇത് ലൈറ്റ്നിങ് കേബിളാണ് ആ പഴയതിലുള്ളത്. പിന്നെ ഈവൻ ഇതിൻ്റെ ഞെട്ടിച്ച കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കരുതി ഐഫോൺ 12 സീരീസിൽ പ്രോ വേരിയൻസിൽ നമ്മൾ എന്തിനാണ് ഒരു ഐഫോണിൻ്റെ പ്രോ വേരിയൻ്റ് എടുക്കണം? അതിൽ നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ടാവണം, അതിൽ പിന്നെ എന്ത് ചെയ്യണം, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടാവണം. ഈ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് മിക്ക ആൾക്കാർ ഐഫോണിൻ്റെ പ്രോ സീരീസ് പോകണേ. ഈ ഐഫോൺ 12 സീരീസിലും ഈവൻ ദോ വെറും കൊടുത്തുള്ളത് 60 ഹെർട്സ് മാത്രം. ആപ്പിൾ എത്രത്തോളം പരിതാപകരേനെയാണെന്ന് എന്നുള്ളത് നിങ്ങൾ നോക്ക്. 60 ഹെർട്സ് ആണ് ആ ടൈമിലും ആപ്പിൾ കൊടുത്തത്. ഈവൻ നോ ഐഫോൺ 12 Pro Maxൽ പോലും ഈ ലോ ബാറ്ററി ഹെൽത്ത് പ്ലസ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്തുകൊണ്ടും ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നല്ലത്. പിന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ റിസ്ക്കും ഉണ്ട്. ഇപ്പോൾ എന്നെ വിശ്വാസമല്ല, ഐഫോൺ 12 ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോൺ 12 യൂസേഴ്സിനോട് ചോദിച്ചു കുറേ ആൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ ഇതിൽ ഹാർഡ്വെയറിനുള്ള ഇഷ്യൂ ആണ്. ഇനി അടുത്ത് വരാൻ പോണ ഫോൺ അതിന് വരുന്നുള്ളൂ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഓവർ പ്രൈസ്ഡാണ്. ഇതൊക്കെ ഇപ്പോഴും ഈ മറ്റേ ഐഫോൺ 12 Pro Maxന് 36K ഒക്കെ വരുന്നുണ്ട്. ശരിയാണ്, A15 ബാണിച്ച് ഇപ്പോൾ അത്ര വർഷത്തിന് പവർഫുള്ളൊക്കെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോഴും ആ ഫോണിനൊക്കെ എന്ത് പറഞ്ഞാൽ ആ ഓൾഡ് 20 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ്. ഇതിൽ ബാറ്ററി ഹെൽത്ത് മൂത്രമൊഴിച്ച പോലെ 5G ഇടുമ്പോൾ പോകുന്നതും പോരാ, 60 ഹെർട്സ് ഇല്ലതും പോരാ. എന്നിട്ട് ചാർജ് കയറാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം എടുക്കും. എന്തായാലും അവോയ്ഡ് ചെയ്യുക. ഐഫോൺ 12 സീരീസിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. 2026 എൻ്റെ വേഴ്സ്റ്റ് ഫോൺസ് ലിസ്റ്റിൽ ഡെഫിനറ്റ്ലി ഐഫോൺ 12 സീരീസ് ഉണ്ട്. നെക്സ്റ്റ് ഫോണാണ് ഐഫോൺ 13 സീരീസ്. ഐഫോൺ 13 സീരീസിൽ ശരിയാ ഔട്ട്ഡേറ്റഡ് ആയതൊന്നും പറയാനായിട്ടില്ല. 4-3 കൊല്ലം ആവണുള്ളൂ ഐഫോൺ 13 സീരീസ് ഇറങ്ങിയിട്ട്. ശരിയാ, പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഈ വേഴ്സ്റ്റ് ഫോണിൽ ഐഫോൺ 13 സീരീസിനെ ഉപയോഗിച്ച് പിന്നെ ഇതിൻ്റെ പ്രോ വേരിയൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമാറ്റിക് മോഡൽ കൊണ്ടുവന്നു. പിന്നെ ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആദ്യമായിട്ട് ആപ്പിൾ അന്നോല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെ നല്ല കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് സെമിയിൽ അത് ചെയ്തു? ഞാൻ ചെറിയ കാര്യങ്ങൾ തുടങ്ങാം. സ്റ്റിൽ ലൈറ്റ്നിങ് കേബിൾ ആയിരുന്നു ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ വെച്ചാൽ ഓക്കെ 5G കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്യാമറ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ബാറ്ററി ഹെൽത്ത് അത്ര നല്ലതൊന്നുമല്ല ഐഫോൺ 13 സീരീസിൻ്റെ. 3200-3400 mAh സംതിങ് ഒക്കെയാണ് ഇപ്പോഴും ഈ ആപ്പിൾ 13 സീരീസിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത്. പ്രോ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ 4000 mAh വരുന്നത് പ്രോ മാക്സിനാണ്. സ്റ്റിൽ എന്തുകൊണ്ട് വേഴ്സുകളിലേക്ക് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ചറ ഗ്രീൻ ലൈൻ ഇഷ്യൂ. അതെന്താ, ഇത് ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് പറ്റില്ല, ഹാർഡ്വെയറിലുള്ള ഇഷ്യൂ ആണ്, ഒന്നും ചെയ്യാല്ല. ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇതിന് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരും. ഇത് ബാക്കിയുള്ള ഐഫോൺസിൽ ചിലപ്പോൾ റെയറായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്നെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ എടുത്ത് ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഐഫോൺ 13 സീരീസിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ.
അതിൻ്റെ ഈ ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സത്യം പറഞ്ഞാൽ ഈ 13 സീരീസ് ഒക്കെ ഈ 2026 ഞാൻ അങ്ങനെ റെക്കമെൻഡ് ഇല്ല. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ ഇതിപ്പോൾ ചില ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്നാൽ ഡിസ്പ്ലേ ചേഞ്ച് നിങ്ങളറിയോ ഈ ഇപ്പോൾ iPhone 13 Pro Max നിങ്ങൾ എടുത്തു വിചാരിച്ചോ, അതിൻ്റെ ഡിസ്പ്ലേക്ക് എങ്ങാനും ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു നിങ്ങൾ ആകെ കടന്നിടങ്ങാറോ. എന്നിട്ട് അതും പോരായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഏകദേശം എത്ര വരുന്നത്? ആ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം 20K ആയിട്ട് 25K വരും പ്രൈസ്. ആൻഡ് അതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി കഴിഞ്ഞേക്കും. കാരണം 3-4 കൊല്ലമായി iPhone 13 ഒക്കെ ഇറങ്ങിയിട്ട് വാറൻറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കും. നിങ്ങൾ 20-25K എടുത്താണ് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ട്. അങ്ങനെ എല്ലാത്തിനും കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. പക്ഷേ എനിക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഇല്ലത് പറഞ്ഞു തരാൻ എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഫോണുണ്ട് iPhone 13 mini എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഓൾറെഡി അത് ഞാനിപ്പോൾ അതിന് ഈ വേസ്റ്റ് ഫോണിൽ ഉൾപ്പെടുത്താതൊക്കെ കാരണം എന്താ പറയുക ഈ 13 mini മാത്രം. കാരണം ആപ്പിള് അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരു സെക്കൻഡറി ഫോണായിട്ടാണ്. അതിനൊരു സെക്കൻഡറി ഫോണായിട്ട് കണ്ടാൽ മതി നിങ്ങൾ 13 mini. കാരണം വെച്ചാൽ അതൊരു പ്രൈമറി ഫോണായിട്ട് നിങ്ങൾ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാറ്ററി ഹെൽത്ത് തീരല്ലാതെ നിങ്ങൾ ആ കടന്നിറങ്ങാറാവും. അതിപ്പോൾ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നുള്ളൂ. ശരിയാണ്, അത് കോമ്പാക്ട് സൈസുള്ള ഫോണാണ്, നല്ല ക്യൂട്ട് ഫോണാണ്, നോ ഡൗട്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു S25 Ultra അല്ലെങ്കിൽ 70 Pro Max ഒക്കെ ഉണ്ട്, അത് വെച്ച് അതിന് ഓൾറെഡി നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു ഫോൺ ഒരു സെക്കൻഡറി ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതാണ് ഈ iPhone 13 mini ഒക്കെ. പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസറിൻ്റെ പ്രൈസ് ഒക്കെ തന്നെ iPhone 13 ഇപ്പോഴൊരു 30K അറൗണ്ടൊക്കെ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ പ്രോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 42K ഒക്കെ വരുന്നുണ്ട്. പ്രോ മാക്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 46K ഒക്കെ വരുന്നുണ്ട്. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ ഇത്രയും വലിയ റിസ്ക് ഉണ്ടായിരിക്കെ ഈ ഫോൺ ഒരിക്കലും ഇത്രയും പ്രൈസ് കൊടുത്തെടുക്കുന്നത് ഒട്ടും സേഫ് അല്ല. ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓൾഡർ ആയി തുടങ്ങി, ലൈറ്റ്നിങ് കേബിളും ഉള്ളൂ, പിന്നെ ബാറ്ററിക്ക് ഇത്ര ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ ഇത്രയും പ്രശ്നങ്ങളില്ലാണ്ട് തന്നെ iPhone 13 സീരീസിനെ ഈ 2026 അവോയ്ഡ് ചെയ്യായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ iPhone 14 സീരീസാണ് വരുന്നത്. പക്ഷേ iPhone 14 സീരീസിൽ എല്ലാ ഫോൺസും വേഴ്സ്റ്റ് ഫോൺസ് കാറ്റഗറിയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈവൻ ദോ iPhone 14 ആവറേജ് ബാറ്ററി ഹെൽത്താണ്, പക്ഷേ ഈ iPhone 14 ഒന്നും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, അങ്ങനത്തെ കാര്യമില്ല. കാരണം iPhone 14 ഒക്കെ ഇനിയും 2-3 കൊല്ലമൊക്കെ ഇനിയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആണ്. അതായത് 13 അത്ര ലോ അല്ല, അതിനുള്ള കുറച്ചും കൂടെ ബെറ്റർ ആണ്. അവിടെ തന്നെ iPhone 14 എനിക്ക് ആ ഇതിൽ ഉൾപ്പെടുത്തില്ല. പക്ഷേ iPhone 14 Pro എന്ന് പറഞ്ഞ ഫോൺ എനിക്കൊരിക്കലും മനസ്സിലാവാത്തൊരു കാര്യം, ഈ iPhone 14 ബേസ് വേരിയൻറ്റിൽ വെറും 60 Hz ഡിസ്പ്ലേ വരുന്ന ബേസ് വേരിയൻ്റെ ഫോണിൽ ഇല്ലത് 3285 mAh ബാറ്ററി. ബട്ട് iPhone 13 Proക്ക് അതിനേക്കാളും ബിഗർ ഡിസ്പ്ലേ ആണ്, അതിനേക്കാളും 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. സ്റ്റിൽ അതിൽ വന്നിട്ടുള്ളത് വെറും 3200 mAh ബാറ്ററി. iPhone 14 Pro തീരെ ബാറ്ററി ഹെൽത്ത് നിൽക്കാതെ ഒരു വേസ്റ്റ് ഫോണായിരിക്കും. നിങ്ങളിപ്പോൾ എൻ്റെ വിശ്വസിക്കാൻ തന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് iPhone 14 Proൻ്റെ ബാറ്ററി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അത് ചിലപ്പോൾ അന്ന് ആ 14 Pro ഇറങ്ങിയ ടൈമിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ ബാറ്ററി ഒക്കെ നല്ല രീതിക്ക് ഏജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാറ്ററി ഹെൽത്ത് തീർന്നു പോകുന്ന കാര്യത്തേക്ക് പോകും. ഈവൻ ദോ അതിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണെന്ന് അറിയാം, 1 Hz മുതൽ 120 Hz വരെ മാറി വരുമെങ്കിൽ പോലും. കാരണം 120 Hz ഡിസ്പ്ലേ 60 Hz ഡിസ്പ്ലേനെക്കാളും കുറച്ചും കൂടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാറ്ററി കുറച്ചും കൂടെ പെട്ടെന്ന് ഏജ് ആവും. അപ്പം അതിന് പറ്റിയൊരു ബാറ്ററി ഹെൽത്തും അല്ല അതിനുള്ളത്. ഈ iPhone 14 Pro എന്നൊക്കെ പറയണത് സ്റ്റിൽ ഇതിൻ്റെ 2026 വേഴ്സ്റ്റ് ഫോൺസിൻ്റെ ലിസ്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓവർ പ്രൈസ്ഡും ആണ്, ലൈറ്റ്നിങ് കേബിളും ആണ് സ്റ്റിൽ. ഓക്കെ, ഈവൻ ദോ iPhone 14 Plusഉം iPhone 14 Pro Maxഉം കിടിലം ഫോൺസാണ്. എനിക്ക് അതിനെ പറ്റി ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. iPhone 14 Plusലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്, 14 Pro Maxലാണെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി ഹെൽത്ത്, നല്ല ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഫോൺസാണ്. പിന്നെ 14 സീരീസിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വെച്ചാൽ ഉണ്ട്, പക്ഷേ 13 സീരീസിൻ്റെ അങ്ങനെ അത്രയ്ക്കില്ല. അതായത് ഒരു 90% ആൾക്കാർ എടുക്കുമ്പോൾ അതിൽ ഒരു 100% ആൾക്കാർ അല്ലെങ്കിൽ 20% ആൾക്കാർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും iPhone 13 പോലെ അങ്ങനെ അത്രയ്ക്ക് എടുത്തില്ല, മനസ്സിലായോ? പക്ഷേ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടോ വെച്ചാൽ ഉണ്ട്. ഇനി ഭാവിയിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഫോൺസ് പറയുമ്പോൾ എനിക്കിതിനെ പറ്റി സംസാരിക്കുമ്പോഴേ ഫ്രസ്ട്രേഷൻ അടിക്കുന്ന രൂപത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞ iPhone ഈ മറ്റേ 16e 17 ഞാൻ എങ്ങനെ നിങ്ങളുടെ പറയുന്നത്. കാരണം ഇത് കേട്ടോ, iPhone 16e ഇറങ്ങണത് 2025 ആ ടൈമിലൊക്കെ, 25 ലാസ്റ്റ് ആ ടൈമിലൊക്കെ. ഈ 2025 ലാസ്റ്റ് ടൈം ഇറങ്ങണ ഒരു ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും? അതൊന്നും തരാത്ത ഒരു പൊട്ട ഫോൺ. എൻ്റെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60K. നിങ്ങൾ ഓർക്കണം ഈ ആപ്പിൾ എത്രത്തോളാണ് ആൾക്കാരെ ഇതാക്കുന്നത്. നോക്കിക്കോ
ഒന്നാമത്തെ കാര്യം ഓക്കെ, നല്ല ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾ നോക്ക്. ആ ഓൾഡ് പഴയ നോച്ച് A18 ബയോണിക് ചിപ്പൊക്കെ ഉണ്ട്, നല്ല പ്രൊസറൊക്കെ ഉണ്ട്. പക്ഷെ ആ ഓൾഡ് പഴയ ഡിസൈൻ, ആ നോച്ച് ഡൈനാമിക് ഐലൻഡ് പോലും കൊടുത്തില്ല. രണ്ടാമത്തെ, നമ്മൾ ഈ ഫോണിൻ്റെ ബാക്കിൽ എടുത്ത് നോക്കുന്ന സമയത്ത് സിംഗിൾ ക്യാമറ എൻഡ് ഓഫ് ലിസ്റ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആപ്പിളിന് മാത്രമേ പറ്റൂ. ഇനി നിങ്ങൾ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ പ്രതീക്ഷിച്ചോ? അതും ഇല്ല. നിങ്ങൾ 45 വാട്ടിനെ ഫാസ്റ്റ് ചാർജിങ് പ്രതീക്ഷിച്ചോ? അതും ഇല്ല. ഇങ്ങനെ പറയിപ്പിച്ചാൽ മതി മാത്രം. എന്നിട്ട് ഇതിൻ്റെ പ്രൈസ് 60K. ഓ വാവ്, സിംഗിൾ ക്യാമറയും വെച്ച് 60 ഹെഡ്സും വെച്ചാണ്ട് ഓൾഡ് ഡിസൈനും വെച്ചാണ്ട് ഒരു ഫോൺ 2025 ഇറക്കാം. കേട്ടോ അതിൻ്റെ പ്രൈസ് 60K. 60K ഒക്കെ വേറെ എത്ര നല്ല ഫോൺസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു കോമഡി പീസും ഇറക്കിക്കണ് 17E. ഇതന്നെ അപരാധം 2.0, സെയിം അപരാധം A19 ബാണ് ചിപ്പ് വെച്ചാണ്ട് ഇറക്കിയേക്കാം. അത് 70K. പ്രൈസ് നോക്കണം, 70K, 65K to 70K ആണ് ഇതിൻ്റെ പ്രൈസ്. എന്നിട്ട് തന്നെ സ്പെക്കോ A19 ബാണ് ചിപ്പ്, നല്ലതാണ്. ഓക്കെ, സിംഗിൾ ക്യാമറ വിത്ത് പഴയ നോച്ച്, 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ. 2026 ഇറങ്ങുന്ന ഫോണിന്, 2026 ഇറങ്ങുന്ന ആപ്പിളിൻ്റെ ഫോണിന് 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ. എടാ എന്തിന് iPhone 16 എടുക്കുകയാണ് ഇതിലാറെ മെച്ചം. അതിനും 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈവൻ എന്തോ പക്ഷേ അതിന് 2 ക്യാമറയെങ്കിലും ഉണ്ട്, പിന്നെ കുറച്ച് ഡൈനാമിക് ആയിട്ട് അങ്ങനത്തെ പരിപാടികളുണ്ട്. എന്തിനാടാ ഇങ്ങനെ ഈ ആപ്പിളിൻ്റെ ഡിസൈനറിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി ഞാൻ ആലോചിച്ചത്. ഇങ്ങനത്തെ ഫോൺ ഇറക്കിയാലോ ആൾക്കാർ എടുക്കാണ്ട് നോക്കി എങ്ങനെയാടാ തോന്നുന്നത്? ഈ ഫോണൊന്നും എടുക്കരുത്, ഇവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് ഈ കാര്യത്തിലൊന്നും. അത് ഇവർക്കൊരു നിങ്ങൾ ഈ ഫോൺസ് എടുക്കേണ്ടത് തന്നെ ഇവർക്ക് നിങ്ങളൊരു മോട്ടിവേഷൻ കൊടുക്കുക. ഏത് ഊള ഫോൺ ഇറക്കിയാലും ഞങ്ങൾ ഊളന്മാരായിട്ട് ഇങ്ങനത്തെ ഫോൺസ് എടുക്കുന്നു. ഒരിക്കലും ചെയ്യരുത്. ഈ ഫോൺസ് കോമഡി ആയിട്ട് എനിക്ക് വിശ്വസിക്കാനുള്ള ആപ്പിളിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെ ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നത്? അത് ഈ ഇവൻ്റ് ഇറക്കുന്ന സമയത്ത് ഒരു തൊലിരിഞ്ഞു പോകില്ല ആൾക്കാരപ്പം തന്നെ. എന്തിനേത് എനിക്ക് ഇതിനെ പറ്റി പറയില്ല. വേസ്റ്റ് ഫോൺസിൽ ഡെഫിനറ്റ്ലി ഉണ്ട് ഈ 2 ഫോൺ. നെക്സ്റ്റ് ഫോണാണ് iPhone 17 Air. ഇതൊന്നും ലിസ്റ്റ് കഴിയണില്ല ഐഫോണിൻ്റെ. iPhone 17 Air ഒരു ഭാഗത്ത് കൂടെ നോക്കുമ്പോൾ, അതായത് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല ഡിസൈൻ. ഞാൻ ആ ഫോണിനെ ഈ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നൊക്കെ എടുത്താണ്ട് കയ്യിൽ പിടിച്ചൊക്കെയുണ്ട്. അതൊന്നും പർച്ചേസ് ചെയ്യാനുള്ള പൈസ ഒന്നും എടുത്തില്ല, കയ്യിൽ പിടിച്ചൊക്കെയുണ്ട്. ആൻഡ് ഈ ഫോണിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നല്ല ടോപ്പിന് വെച്ചാൽ തിൻ ഡിസൈനാണ്. ആൻഡ് ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ഇൻഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ബ്രോ സ്റ്റിൽ വേസ്റ്റ് ഫോണിൽ ഉൾപ്പെടുത്താൻ കാരണം? ആൻഡ് ഇതിൽ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ 3155 mAh ബാറ്ററിയാണ് ഈ ഫോണിന് ബിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 2026 1,00,000 ഒരു ഫോൺ ഇറക്കണം, 1,00,000. അതിൻ്റെ ബാറ്ററി ഹെൽത്ത് എത്ര കൊടുക്കണം? 3155 mAh. അതായത് ഒരു 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും പ്രൈസ് 1 lakh പ്രൈസ് കൊടുത്തിട്ട് ഒരു തരുന്നതാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാർ വരും, ബ്രോ ആപ്പിൾ ഫോൺ തിന്നാക്കിയോണ്ടാണ് പ്രൈസ് അത്ര വന്നത്, ഓരോ ഡിസൈൻ്റെ പ്രത്യേക. എത്ര ആൻഡ്രോയിഡ് ഫോൺസ് പിന്നെ തിന്നായിട്ടുള്ള വന്നു? ഓലൊക്കെ മറ്റേ ലിഥിയം അയോൺ ബാറ്ററി വെച്ചാണ്ട് 5000 mAh 4000 mAh ബാറ്ററി എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ അപരാധം കാണിച്ചേക്കുക. ശരിയാണ്. ഇതിപ്പോൾ ഒരു മോഡലായിട്ടുള്ള ആൾക്കാരെ കണ്ടല്ലോ. ഓലെന്നൊക്കെ പറഞ്ഞാൽ ഈ ഷോ ഓഫിന് ഈ ഫോൺ പിടിക്കണേ കണ്ടിട്ടുണ്ട്. കാരണം ഓൽക്ക് പറ്റും. കാരണം ഓലെ മെയിൻ പർപ്പസ് പറഞ്ഞാൽ ആ ഫോണിൻ്റെ ലുക്കാണ്. ഞാൻ ഇതിനുള്ളത് സിംഗിൾ ക്യാമറയാണ്, വേറൊരു ഇതുമില്ല, ഒരു സിംഗിൾ ക്യാമറ. ശരിയാണ്, A19 ബയോണിക് ചിപ്പ് നല്ല പവർഫുള്ളാണ്. ശരിയാണ്, ഞാൻ അതൊക്കെ സമ്മതിച്ചു. ഇതിപ്പോൾ ബുഗാട്ടി നന്നായിട്ട് പറയാൻ 100 രൂപയ്ക്ക് ബുഗാട്ടി രണ്ടടിച്ചിട്ട് പറയാം ഇനി ഓടിക്കൊന്നു. എത്ര ഓടുങ്ങൾ? ശരിയാണ്, അത് ഈവൻ അത് ബുഗാട്ടി പക്ഷേ 100 രൂപേൻ്റെ എണ്ണയിലേ ഉള്ളൂ. ഞാൻ ഈ iPhone 17 Airൻ്റെ ഇവൻറ്റ്, iPhone 17 Airൻ്റെ ഒഫീഷ്യൽ ഇവൻറ്റ് കണ്ട ആ ടൈമിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആപ്പിൾ കാണിച്ച 3rd rate ചീപ്പ് പരിപാടി ഞാൻ പറഞ്ഞിട്ടെ. iPhone 17 Air ഇറങ്ങുന്ന ഇവൻറ്റ് ടൈമിൽ ആപ്പിളിന് പോലും അറിയും എന്ത് ഈ ഫോണിൽ ബാറ്ററി ഹെൽത്ത് നിൽക്കില്ല. അതിൻ്റെ കൂടെ അതായത് മാക്സേഫും പാടെ കൂട്ടി വിൽക്കാൻ നോക്കി. അതായത് 17 Air ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല ബാറ്ററി ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ മാക്സേഫും പാടെ ഇറക്കിക്കുന്നതിനും വേണ്ടി. എന്തിടാ അത്? എനിക്ക് iPhone 17 Air ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ കുറച്ച് പല പ്രായമായിട്ടുള്ള ആളൊക്കെയാണ്. നിങ്ങളെ സ്ക്രീൻ ഓൺ ടൈം തന്നെ നിങ്ങൾക്ക് വളരെ കുറവാണ്. അത് നിങ്ങളൊരു ദിവസം സ്ക്രീൻ ഓൺ ടൈം തന്നെ ഒരു 6 hours ഒക്കെയാണ്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എടുക്കാം. പിന്നെ പൈസക്കാർക്ക് ഈ 1,00,000 വെറും ഒരു കടലാസ് പോലെ തോന്നുക അത്ര പൈസക്കുള്ള ആൾക്കാരാണ്, അത്രയും കുഴപ്പമുള്ള എടുത്തോ, യാതൊരു കുഴപ്പമില്ല. ഓതർ ഹാൻഡിൽ ഈ 1 lakh അവിടെ S25 Ultra iPhone 17 Pro Max ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്
വൈ ദിസ് സെറ്റ്? അതാ ഞാൻ ചോദിക്കണത്. ഓക്കെ, അങ്ങനെ നമ്മളെ ഐഫോണിൻ്റെ അപരാധം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളെ അടുത്ത വേഴ്സ്റ്റ് ലിസ്റ്റിൻ്റെ ഫോൺസ് വരാൻ പോവാണ് സാംസങ്. ഓക്കെ, ഇനിയിപ്പോൾ സാംസങ്ങിൽ വേഴ്സ്റ്റ് ഫോണിൻ്റെ ലിസ്റ്റിൽ ഏതൊക്കെ വെച്ചാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓരോ ഓൾഡ് വേർഷൻസ് തന്നെയാണ് ഇപ്പോൾ. കാരണം ഇപ്പോഴും ഇതൊക്കെ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പറയല്ല വെച്ചാൽ അത് വെറും പൊട്ടത്തരാണ്. അത് പറയല്ല കാരണം വെച്ചാൽ ഇപ്പോൾ സാംസങ് ഗാലക്സി S20, S21, S22 ഈ 3 സീരീസ് ഡെഫിനറ്റ്ലി ഈ 2026 നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. അതിൻ്റെ റീസൺസ് വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ. ഒന്ന്, ഈവൻ S22 സീരീസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിലും ഈ കൊല്ലത്തോടു കൂടി തീരും. അതാണ് ഒന്നാമത്തെ റീസൺ. പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ ഈ ഫോൺസ് ഇപ്പം നോക്കുകയാണെങ്കിൽ S20 എന്ന് പറഞ്ഞ ഫോൺ 6 കൊല്ലം പഴക്കമുണ്ട്. S21 എന്ന് പറഞ്ഞ ഫോൺ 5 കൊല്ലം പഴക്കമുണ്ട്. S22 എന്ന് പറഞ്ഞ ഫോൺ 4 കൊല്ലം പഴക്കമുണ്ട്. ഇത്രയും ഓൾഡർ ആയിട്ടുള്ള ഡിവൈസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ബാറ്ററി ഹെൽത്ത് വളരെ ശോകമുണ്ടാവും. അപ്പം ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ടൈം 6 ഹവേഴ്സ് കിട്ടാൻ വരെ നിങ്ങൾ കഷ്ടപ്പെടും. ഈവൻ ദോ S22 അൾട്രക്ക് വരെ ഈ ഇഷ്യൂസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രൊസസ്സറാണ്. ശരിയാണ്, ആ ടൈമിൽ ഇപ്പോൾ വെച്ചാൽ S20 ഉപയോഗിച്ചിട്ടുള്ള പ്രൊസസ്സർ പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 865 ആണ്. എൻ്റെ S21 ഉപയോഗിച്ചിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 888 ആണ്. ഈ 2 പ്രൊസസ്സറുകൾ ആ ടൈമിൽ, അത് ഇറങ്ങിയ ടൈമിൽ ഗെയിമേഴ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് ചെയ്യും, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. അന്നും അതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് അന്ന് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഗെയിമിങ്ങിന് അത്ര ടോപ്പ് ആയതുകൊണ്ട് അത് ആൾക്കാർ അന്ന് എടുത്തി. അത് 6 കൊല്ലം മുന്നിലുള്ള കഥയാണ്. പക്ഷേ ഇന്ന് 6 കൊല്ലത്തിന് ശേഷം 2026 ആകുമ്പോൾ അതൊക്കെ അവോയ്ഡ് ആയിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാരണം ഇതിനൊക്കെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, തീരെ ബാറ്ററി ഹെൽത്തും കിട്ടില്ല. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ S22 സീരീസ് വരുമ്പോൾ സമയത്ത് ശരിയാണ് ഒരു സ്നാപ്ഡ്രാഗൺ 888 പുതുക്കിയാണ്ട് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഒക്കെ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാക്കി ഇറങ്ങിയത്. ആൻഡ് ഈ പ്രൊസസ്സറിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ S22 ഈ പ്രൊസസ്സറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും തന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിലും നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് അടിപൊളിയായിരുന്നു. സ്നാപ്ഡ്രാഗൺ 8 Gen 1 നല്ല അൺഡു സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇത്തിരി ഹീറ്റിംഗ് ഇഷ്യൂ ആണ് തന്നെ ഇത് ഈ ഫോൺസിൻ്റെ S22 സീരീസിൻ്റെ ബാറ്ററി ഹെൽത്ത് അന്നേ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ട് അന്ന് ക്രിയേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇതിപ്പോൾ 4 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ വേഴ്സ് ആവുകയുള്ളൂ ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഹീറ്റിംഗ് ഇഷ്യൂൻ്റെ പേരിൽ അറിയപ്പെട്ടൊരു പ്രൊസസ്സറായിരുന്നു സ്നാപ്ഡ്രാഗൺ 8 Gen 1. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചു പോയി. ഈവൻ ദോ S22 അൾട്രക്കാണെങ്കിൽ പോലും അതുണ്ട്. പിന്നെ വരുന്ന ഇതൊക്കെ നിങ്ങൾ ടോളറേറ്റ് ചെയ്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെ മാറ്റിക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിലൊക്കെ ഉള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ S20, S21, S22 ഇതിലൊക്കത്തിലും നല്ല ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ റിസ്ക് നല്ലുണ്ട്. ഈ ഇപ്പോൾ പറയാനുണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന സാംസങ്ങിൻ്റെ യൂസേഴ്സ്, ഞാൻ ഈ പറഞ്ഞ ഫോൺസ് സീരീസിലെ ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിക്കണോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനിയിപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വല്ല പോളിസി അറിയാലോ 3 കൊല്ലത്തിൻ്റെ ഇടക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1 ടൈം ആയിട്ട് റിപ്ലേസ്മെൻറ്റ് വരും. പക്ഷേ 3 കൊല്ലത്തിന് ശേഷമാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസ്പ്ലേൻ്റെ ഫുൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അതായത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ, സമ്മതിച്ചു, 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ആ കാര്യത്തിൽ ആപ്പിളിനെക്കാട്ടിലും ഒരു ബെറ്ററാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവരെ ഡിസ്പ്ലേ കേട് എന്നിട്ട് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് 20-22K ആയിക്കാരം. ഇവർ നിങ്ങൾക്ക് ഫ്രീ റിപ്ലേസ്മെൻറ്റ് തരില്ല. കാരണം ഈ ഫോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി 3 ഇയേഴ്സിൻ്റെ മേലായി. അപ്പോൾ ഓല പോളിസി പ്രകാരം എന്തെങ്കിലും നിങ്ങൾക്ക് ഗ്രീൻ ലൈനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരില്ല. ഇതാണ് അവിടെ ഉള്ള പ്രശ്നം, മനസ്സിലായോ? ഇതിപ്പോൾ ആ യൂസറിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ ആ ബ്രാൻഡ് തന്നെ ഒഫീഷ്യലായിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്നാൽ നമ്മളെ തന്നെ പണിഷ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിപ്പോൾ ആപ്പിളിൻ്റെ ആവട്ടെ സാംസങ്ങിൻ്റെ ആവട്ടെ വളരെ മോശം തന്നെ. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ റിസ്ക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങളും ഉണ്ട്. ഈ S20, S21, S22 പോലത്തെ ഓൾഡർ വേർഷൻ, സാംസങ്ങിൻ്റെ ഓൾഡർ വേർഷൻസ് അവോയ്ഡ് ചെയ്യായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഈവൻ S22 അൾട്ര വരെ അവോയ്ഡ് ചെയ്യാതിരിക്കാണ്ട് എന്ത് നല്ലത്. കാരണം വെച്ചാൽ ഗ്രീൻ ലൈനിൻ്റെ ഹൈ റിസ്ക് ഉണ്ട്, ബാറ്ററി ഹെൽത്തും നല്ലതല്ല, ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആടനെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് S23 സീരീസ്. ഈ S23 സീരീസ് ഔട്ട്ഡേറ്റഡ് ആയ വെച്ചാൽ അല്ല. കാരണം ഇനിയും 1.5 കൊല്ലം പാട് അതിന് 1 ഇയറോ 1.5 ഇയർ സംതിങ് അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. അന്നേ ഒരു പ്രോമിസ് ചെയ്തതിന് 4 ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യും. അത് സാംസങ് ചെയ്യലുണ്ട്. 1 UI പെർഫെക്റ്റ് ടൈമിംഗ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ പോലെ AI കാര്യങ്ങളൊക്കെ നൈസാണ്. ഇവിടെ S23ൻ്റെ കാര്യത്തിൽ S23ൻ്റെ മാത്രം ഇതിൽ നിന്ന് മാറ്റിയെടുത്തല്ല. കാരണം എന്ന് വെച്ചാൽ S23 കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, S23ൻ്റെ ക്യാമറ പെർഫോമൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഇപ്പോൾ ഫോട്ടോസ് എടുക്കാനാവട്ടെ, വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ അത്ര ബെറ്റർ ആയിട്ടൊന്നുമില്ല, സ്റ്റിൽ നല്ല ക്വാളിറ്റി ആണ്. 8K വീഡിയോ റെക്കോർഡ് ചെയ്യാം.
ആൻഡ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഉപയോഗിച്ച പ്രോസസ്സറും അത്ര മോശമല്ല. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഓലെ 8 Gen 1 നിന്ന് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിരുന്നു. ആൻഡ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. സ്നാപ്ഡ്രാഗൺ 8 Gen 2 അത്ര ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല. ഇനി നല്ല 102 സ്കോറൊക്കെ അല്ല, ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഫോണായിരുന്നു ആ ടൈമിൽ. ആൻഡ് ഇത് തന്നെ ഔട്ട് ആയിട്ട് അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് S23, S23+, S23 Ultra ഈ ഫോൺസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസറേ കിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ ബാറ്ററി ഹെൽത്ത് തന്നെ ഇപ്പം തന്നെ ലോ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അതിനിപ്പോൾ യൂസർ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പ്രൈസ് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. S23 Ultraക്കൊക്കെ ഇപ്പോഴും 35K 40K ഒക്കെ വരുന്നുണ്ട്. ആ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അത് എടുക്കുന്നത് 40K റേഞ്ചിലൊക്കെയാണ് S23 Ultraൻ്റെ പ്രൈസ് ഇപ്പോഴും യൂസർ ഉണ്ട്. ആ പ്രൈസിൽ നിങ്ങൾ അവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റിസ്ക് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ S23 സീരീസിലും അൺഫോർച്ചുനേറ്റ്ലി നല്ല രീതിക്ക് ഗ്രീൻ ലൈനിഷ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിനും കുറ്റം പറയുന്ന രൂപത്തിലേക്കാണ് ഓരോരുത്തർക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊന്ന് ഒന്ന് ആലോചിച്ച് നിങ്ങൾ S23 സീരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്തു യൂസർ and അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒരു ഗ്രീൻ ലൈനിഷ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആ യൂസർ ഫോൺ വാങ്ങി പർച്ചേസ് ചെയ്ത പകുതിയിലേറെ ഫോൺ പ്രൈസ് ആവും അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. S23 സീരീസിൽ അത് അതിൻ്റെ ഹാർഡ്വെയറിലുള്ള ഇഷ്യൂ ആണ്. ഒന്നും ചെയ്യാല്ല. ഒരുപാട് ആൾക്കാർ നിങ്ങൾ റെഡിറ്റൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് S23ൻ്റെ ഗ്രീൻ ലൈനിഷിൻ്റെ പ്രശ്നങ്ങൾ. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 100 ആളെ S23 പർച്ചേസ് ചെയ്ത ആൾക്കാരിൽ ഒരു 30 to 40 ആൾക്കാർക്ക് ഗ്രീൻ ലൈനിഷ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ ഫോണ് സേഫായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ശരിയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ തന്നെ ആൾക്കാർ കമൻറ്റ് ചെയ്യും ഞാൻ S23 ഉള്ള യൂസ് ചെയ്യുന്നത്, എനിക്ക് ഗ്രീൻ ലൈനിഷ് ഇല്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബാക്കിയാ പറഞ്ഞ ആ ഒരു 60 to 50% ആൾക്കാരെ കാണാം. ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഗ്രീൻ ലൈനിഷ് വരുമ്പോൾ നിങ്ങളിപ്പോൾ നാളെ ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ സമയത്ത് ആ ഗ്രീൻ ലൈനിഷ് വരെ നിങ്ങളാവൂല എന്ന് എന്തുറപ്പുണ്ട്? അപ്പോൾ അത് സേഫ് അല്ല. ഈവൻ എന്തോ ആ ഫോണിന് അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും ആവറേജ് ബാറ്ററി ഹെൽത്ത് ഒക്കെ ഉണ്ട്, പിന്നെ നല്ല പെർഫോമൻസ് ഉണ്ട് ആ ഫോണിന്, കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. ബട്ട് ഈ റീസൺ വരുന്ന സമയത്ത് എങ്ങനെ എന്നെ ആസ് എ ക്രിയേറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യും? അതുകൊണ്ടാണ് ഈ വേസ്റ്റ് ഫോണിൻ്റെ ലിസ്റ്റിൽ വരുന്നത്. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്നുള്ള ഒറ്റ കാര്യം വന്നാൽ മതി ആ ഫോൺ സിംപ്ലി വേസ്റ്റ് കാറ്റഗറിക്ക് പോയി തുടങ്ങും. മനസ്സിലായോ? ഇതിൻ്റെ റിസ്ക് അത്ര ഹൈ ആയതുകൊണ്ടാണ് S23 സീരീസിനെ നിങ്ങൾ 2026 എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുക ബെറ്റർ. ആൻഡ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് സാംസങ്ങിൻ്റെ FE സീരീസ്. സാംസങ്ങിൻ്റെ FE സീരീസ് ഒരുപാട് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടെ പ്രൈസ് കുറവ് ഈ കാരണം സീരീസിനെ അപേക്ഷിച്ച്, പക്ഷേ ഓരോ ഫീച്ചേഴ്സൊക്കെ അതിൽ ഉണ്ടാവും ചെയ്യും. അങ്ങനെയാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് S21 FE, S22 FE ഇറങ്ങിയിട്ടില്ല, S23 FE ഈ 2 ഫോൺസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാംസങ്ങിൻ്റെ ഓൾഡർ വേർഷനിലുള്ള പ്രശ്നങ്ങൾ തന്നെ, ബാറ്ററിക്കുള്ള ഇഷ്യൂ, പിന്നെ ഇതിനുള്ള പ്രോസസ്സർ, ഇതിലുള്ള 2 പ്രോസസ്സറും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ. ഇതിൽ S21 FE ഉപയോഗിച്ചിട്ടുള്ളത് Exynos 2100 ആണുള്ളത്. അതിന് ഈ പ്രശ്നങ്ങളുടെ ഇനി ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓല അതിൻ്റെ അപ്ഗ്രേഡ് ആയിട്ടുള്ള S23 FE ഓല ഇറക്കിയിട്ടുള്ള വേർഷനും ഇതേ സെയിം വേർഷനാണ്. അത് അത് Exynos 2200 ആണ്. ഈ FE വേർഷനിൽ സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ഇല്ല എന്നുള്ള സത്യങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇതിനൊക്കെ ഇപ്പോൾ ഈവൻ ദോ ഇത്ര ഇത് ആണെന്ന് തന്നെ, ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇപ്പോൾ S23 FE ഒക്കെ ഫ്ലിപ്കാർട്ടിൽ ഫ്രഷ് കിടക്കുന്നുണ്ട്, ഒരിക്കലും പോയി എടുക്കരുത്. കാരണം വെച്ചാൽ ഈ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, ത്രോട്ട്ലിംഗ് ഉണ്ട്, പിന്നെ 102 സ്കോർ ഒന്നും അത്ര ബെറ്റർ അല്ല. ഈ Exynos 2200 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് അത്ര ബെറ്റർ അല്ലായിരുന്നു. അതിൻ്റെ ഹോൾ പെർഫോമൻസിന് തന്നെ ആ ഒരു ചിപ്സെറ്റ് ബാധിച്ച്. എന്തുകൊണ്ടോ ഇവരൊരു സ്നാപ്ഡ്രാഗൺ 8 Gen 2 അതിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് കാറ്റഗറിയിൽ അത് ഉൾപ്പെടാൻ പറ്റൂലേ. പക്ഷേ ഇന്ന കാരണങ്ങൾ ഈ സ്റ്റിൽ ഇതിന് 40K റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്, 250 വരുന്നുണ്ട്. ഈ ഹീറ്റിംഗ് ഇഷ്യൂ പിന്നെ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ റിസ്ക്കും ഈ പറഞ്ഞ S21 FEക്കും S23 FEക്കും ഉണ്ട്. അതുകൊണ്ടും അവോയ്ഡ് ആയിരിക്കും നല്ലത്. പിന്നെ നെക്സ്റ്റ് വരുന്ന S24 FE വേസ്റ്റ് ഫോണാണോ ചോദിച്ചാൽ അല്ല. പക്ഷേ അതിൽ വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ വരുന്ന പ്രശ്നമല്ല, ഈ S24 FEൻ്റെ ഒപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യാൻ ഓല അടുത്ത കൊല്ലറക്കിയിട്ടില്ല S25 FE. കാരണം എന്താ വെച്ചാൽ ഈ S24 FEൻ്റെയും S25 FEൻ്റെയും പ്രൈസ് റേഞ്ച് ഏകദേശം ഒപ്പായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ വല്ല വ്യത്യാസം എന്ന് വെച്ചാൽ ഈ S24 FEയിൽ അന്ന് സാംസങ് ഉപയോഗിച്ചിരുന്നത് Exynos 2400E എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സറിന് ഇതേപോലെ ഇവർ ഈ Exynosന് ഇതുപോലെ ഒരു തറവാട് സ്വത്ത് പോലെയാണ് എന്ത് ഈ ഹീറ്റിംഗ് ഇഷ്യൂവും പിന്നെ ഈ ബാഡ് 102 സ്കോറൊക്കെ, ത്രോട്ട്ലിങ് മറ്റേത് കാരണം ഫോൺ വെറുതെ കളന്ന് ഹീറ്റ് ആവുക ഈ രൂപത്തിലെ പ്രശ്നങ്ങളൊക്കെ. അതിനിപ്പോൾ ഈ S24 FEയിലും ആ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ S24 FEൻ്റെ പ്രൈസ് പറഞ്ഞത് ഏകദേശം ഒരു 46K 48K ആ റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ S25 FE അതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് ഒരു 52K റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. ബട്ട്
S25FE പ്രൊസസ്സർ പറഞ്ഞാൽ എക്സിനോസ് 2400 ആണ്. അത് ഓല് ഉപയോഗിക്കണ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ S24 ഓല് ഇപ്പോൾ സ്റ്റിൽ ഒരു ഉപയോഗിക്കുന്നുണ്ട് എന്ത് എക്സിനോസ് വേരിയൻ്റ് ഉണ്ട്, സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ്. അതിൽ ഒരു ഉപയോഗിക്കുന്നത് എക്സിനോസ് 2400 ആണ്. ഈ എക്സിനോസ് 2400 നല്ല പ്രൊസസ്സറായിരുന്നു. അതുപോലെ അതിന് ശേഷം അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിറക്കിയ പ്രൊസസ്സറാണ്. ആൻഡ് അതും നല്ല പ്രൊസസ്സറാണ്. ഈ എക്സിനോസ് 2400 ഈക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രൊസസ്സറിനായിരുന്നു ഇത്തരം പ്രശ്നങ്ങളൊക്കെ അല്ലേ. പക്ഷേ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. എൻ്റെ S25FE ഇപ്പോൾ നല്ല ഫോണാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫാൻ എഡീഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ FE സീരീസിലുള്ള ഫോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ 2026 സജസ്റ്റ് ചെയ്യുന്ന ഫോൺ S25FE ആയിരിക്കും. ബാക്കിയില്ല അതിന് താഴത്തേക്കുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യായിരിക്കും ബെറ്റർ. കാരണം ഇപ്പോൾ ഈ 40K റേഞ്ചിലൊക്കെ S24FE ഉണ്ടെങ്കിൽ കൂടെ അതർ ഹാൻഡിൽ ആ സെയിം പ്രൈസിൽ വേറെ നല്ല ആൻഡ്രോയിഡ് ഫോൺസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറയണത്. പിന്നെ അതിന് ഈ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് S24FE ബാറ്ററി ഒന്നും വീക്കല്ല, നിങ്ങൾക്ക് നോർമൽ 1 day ഒക്കെ സുഖമായിട്ട് കിട്ടും. ബട്ട് S24FE ഞാൻ വേസ്റ്റ് ലിസ്റ്റ് നിന്ന് ഒഴിവാക്കിയാണ്ട് അതിനെ അവോയ്ഡ് ചെയ്യാന്ന് പറയും. കാരണം വെച്ചാൽ ഈ S25FE ഉണ്ടായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ 2026 നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ S സീരീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയും S24 സീരീസും S25 സീരീസും കയറാം. കാരണം S24, S24 പ്ലസ്, S24 അൾട്ര, S25, S24 പ്ലസ്, S25 അൾട്ര, ഈ 6 ഫോൺസ് ഞാൻ പറഞ്ഞ മാറിപ്പോയി. ഈ 6 ഫോൺസ് ആണ് ഇപ്പോൾ സേഫ് ആയിട്ടുള്ളത്. ഈ S24 സീരീസിലും S25 സീരീസിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വളരെ റയറാണ്. അപ്പോൾ അതിന് ഏകദേശം സേഫാണ്. പിന്നെ നല്ല ബാറ്ററി ഹെൽത്ത്, നല്ല ക്യാമറ, നല്ല പെർഫോമൻസ് ഉണ്ട്. കാരണം ഇവർ S25 സീരീസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 8 വരുന്നു, കിട്ടലും പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് S24 സീരീസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 അതിനും യാതൊരു കുഴപ്പമില്ലായിരുന്നു. നല്ല പെർഫോമൻസ് തന്നെ. പിന്നെ എനിക്ക് S24 എടുക്കുന്ന സമയത്ത് ബാറ്ററി ഹെൽത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ S24 പ്ലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി S26 സീരീസിനെ പറ്റി ഞാനിപ്പോൾ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവർ പ്രൈസിലാണ്. ഇനി S27 ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നോക്കാം. ആൻഡ് സ്റ്റിൽ S25 സീരീസ് തന്നെ മോർ ദാൻ ഇനഫ്, കാരണം നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു അവോയ്ഡ് ചെയ്യാനുള്ള ഫോൺസൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരാൻ പോണതാണ് വേഴ്സ്റ്റ് ഫോൺസ് ഓഫ് ഗൂഗിൾ പിക്സൽ ഇൻ 2026. എനിക്ക് സത്യം പറഞ്ഞാൽ ഗൂഗിൾ പിക്സലിനെ പറ്റി ഇതിൽ മെൻഷൻ ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ഗൂഗിൾ പിക്സലിനെ ഇതിൽ മെൻഷൻ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? കാരണം ഇപ്പോൾ ഗൂഗിൾ പിക്സൽ 6, 7, 8 ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. ഇത്രയും വർഷങ്ങൾ പഴക്കണ്ടാണ്ട് തന്നെ. പിന്നെ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളും അത്ര ബെറ്റർ അല്ല. പക്ഷേ ഇവർ ഗൂഗിൾ പിക്സൽ ഫോണിൽ ഫോട്ടോ എടുക്കാനുള്ള ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ചാണ്. പിന്നെ ഇവരെ AI പരിപാടികൾ, ഇവരെ ഫോൺ ഭയങ്കര ഫാസ്റ്റാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ബ്ലോട്ട്വെയർസ് ഇല്ല, ആഡ്സ് ഇല്ല, എന്ത് കിഡിലാണോ ഓല കാര്യത്തിലൊക്കെ. പക്ഷേ എങ്ങനെയാണോ ഓല ഫോൺസ് വേസ്റ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള കാരണം വെച്ചാൽ ഓല ഫോണിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സറാണ്. ഇവിടെ അതർ ഹാൻഡിൽ ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആൻഡ്രോയിഡ് ഫോൺസ് സ്നാപ്ഡ്രാഗൺ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇവർ ഓല ഫോണിൽ യൂസ് ചെയ്യുന്ന ഗൂഗിളിൻ്റെ ടെൻസർ ചിപ്സെറ്റാണ്. ഇത് ഗൂഗിൾ തന്നെ ഉണ്ടാക്കണതാണ്. പക്ഷേ ഈ ടെൻസർ എന്ന് പറഞ്ഞ ഈ ചിപ്സെറ്റിന് എങ്ങനെ നോക്കിയാലും സ്നാപ്ഡ്രാഗണെ ബീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മീഡിയ ടെക്കിനെ ബീറ്റ് ചെയ്യാനോ കഴിയുന്നില്ല. ഈ മീഡിയ ടെക്ക് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ കോമ്പറ്റീഷനാണ്. ഇവർ രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ തന്നെ എപ്പോഴും ഇത് അത്ര ബെറ്ററായിട്ട് പെർഫോം ചെയ്യില്ല. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ടെൻസർ G2, ടെൻസർ G3 ഒക്കെ ഇതിനൊക്കെ പ്രശ്നം പെർഫോമൻസ് ഇല്ല. റോ പവർ ഈ പറഞ്ഞ ടെൻസർ G4നും G3ക്കൊക്കെ കുറവാണ്. ഇപ്പോൾ ഈ പിക്സൽ 9 എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ടെൻസർ G4 ആണുള്ളത്. ഈ പിക്സൽ 9 നല്ല ഫോണാണെന്ന് വെച്ചാൽ ആണ്, നല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നല്ല രീതിയിൽ തന്നെയുണ്ട്, ഫോൺ നല്ല ഫാസ്റ്റാണ്. പിന്നെ AI പരിപാടികളൊക്കെ ഗൂഗിൾ കണ്ടാൽ അറിയാലോ, AI പരിപാടികളൊക്കെ അത്ര ഇപ്പോൾ AIൻ്റെ ടൈമിലായിട്ട് പോലെ ഫോണിനൊക്കെ നല്ല റാമുണ്ട്, AI കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ റോ പവർ കുറവാണ്. ഈ ഗെയിമേഴ്സിനൊന്നും ഞാൻ ഒരിക്കലും ഗൂഗിൾ പിക്സൽ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഗൂഗിൾ 10 സീരീസ്, പിക്സൽ 10 സീരീസ് പോകാൻ. അതിൻ്റെ കറക്റ്റ് റീസൺ എന്താ വെച്ചാൽ ഗൂഗിൾ 10 സീരീസിൽ ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരായിട്ട് കൊളാബ് ചെയ്തു, ഒരു TSMC-കാരായിട്ട് ചെയ്തു. അപ്പോൾ വെച്ചാൽ ഈ ഗൂഗിൾ ടെൻസർ G5 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ചെയ്ത് കൊടുത്ത് TSMC-കാരാണ്, അതായത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഉണ്ടാക്കിയ സെയിം ആൾക്കാർ. ഈവൻ ദോ സ്നാപ്ഡ്രാഗണിൻ്റെ അത്ര പവർഫുൾ അല്ല ഈ ടെൻസർ G5 എന്നുണ്ടെങ്കിൽ കൂടെ അതിന് ഈ ഹീറ്റിംഗ് ഇഷ്യൂ, ത്രോട്ട്ലിംഗ് പോലത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോണാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്സൽ 10 സീരീസിലേക്ക് പോകാം. ആൻഡ് പിന്നെ പറയാനുള്ള വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരിറക്കിയ ചില അപരാധങ്ങളുണ്ട്. 7A എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ പിക്സൽ 7A എന്നൊക്കെ.
എടാ എന്താടാ ആ ഫോണൊക്കെ കാട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ ബസിൽസ് ഉണ്ട് ചക്ക പോലത്തെ ബസിൽസ്. എന്താ പണ്ടത്തെ നോക്കിയൻ്റെ ഫോണോ? ആരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത്? പിന്നെ ഞാൻ ആലോചിക്കണം എന്താറോ, ഇവിടെ ആൾക്കാർ ചിന്തിക്കണം ഞാനോ. ഓക്കെ, എനിക്കിവിടെ അതർ ഹാൻഡിൽ ഇത് ഐഫോണും സാംസങ്ങും ഉണ്ട് വിത്ത് പവർഫുൾ ചിപ്സെറ്റ് A19 ബയോണിക് ചിപ്പും സ്നാപ്ഡ്രാഗൺ 888. ഇതുണ്ടായിട്ടിരിക്കെ ഞാൻ എന്തുകൊണ്ട് ടെൻസർ എടുക്കണം? കാരണം ഈ ഗൂഗിൾ പിക്സലിൻ്റെ കോമ്പറ്റീഷൻ ഇവരാണ്, ഡയറക്റ്റ് കോമ്പറ്റീഷൻ. അതായത് ഈ ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺസിനും ഈ പറഞ്ഞ സാംസങ് S25ൻ്റെയും ഐഫോണിൻ്റെയൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ സെയിം പ്രൈസാണ് വരുന്നത്. ഈ ഗൂഗിൾ പിക്സൽ 10 XL 1,00,000 മേലെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഓക്കെ നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്, ഓക്കെ നല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റോ പവർ ഇവർ കാണുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ 888ൻ്റെയും A19 ബയോണിക് ചിപ്പിന് അത്ര പോരാന്ന് കണ്ടാൽ ഇവർ ഈസി ആയിട്ട് കൈക്ക് കൺവേർട്ട് ചെയ്യൂലേ. അതാണ് ഇവിടെ സംഭവിച്ചു പോണത്. എന്തൊരു കഷ്ടമാണ്. ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രീം എന്താ പറയുക, എൻ്റെ ഡ്രീം ഫോൺ എന്താ പറയുക ഞാൻ പറയട്ടോ. ആസ് എ ക്രിയേറ്റർ ഞാൻ പറയാം, എൻ്റെ ഡ്രീം ഫോൺ പറഞ്ഞാൽ ഒരു ഗൂഗിൾ പിക്സൽ ഫോൺ വിത്ത് ഒരു സ്നാപ്ഡ്രാഗൺ 8L8. ഇങ്ങനെ ഒരു ഫോൺ ഓല ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനിയിപ്പോൾ ഓല അടുത്തൊരു ഗൂഗിൾ പിക്സൽ 11 എന്നൊരു ഫോൺ ഇറക്കുകയാണ്, ആ ഒരു സ്നാപ്ഡ്രാഗൺ 8L8 വെച്ച് കണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഫ്ലാഗ്ഷിപ്പ് പ്രൊസർ അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് സത്യം പറഞ്ഞാൽ ആപ്പിളിനും സാംസങ്ങിനും കിട്ടണം പോലത്തെ കോമ്പറ്റീഷൻ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവരെ ബാക്കിയുള്ള എല്ലാ സൈഡും ക്ലിയറാണ്. ക്യാമറൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ പറയുന്നത് ഡിസൈൻ, എനിക്ക് ഗൂഗിളിൻ്റെ പിക്സലിൻ്റെ ഫോൺസിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആ ക്യാമറൻ്റെ അലൈൻമെൻ്റ് ഒക്കെ എന്തോ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ആ ക്യാമറയുടെ ആ മെറ്റൽ ഫ്രെയിം പോലെ കൊടുത്താണ്ട് എന്തൊരു ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ. ഈ ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ എക്സ്പെഷ്യലി ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺ എക്സ്പെഷ്യലി 10 XL കയ്യിലെടുക്കുമ്പോഴല്ലോ അതിൻ്റെ ഇൻഹാൻഡ് ഫീലൊക്കെ ടോപ്പിന് വെച്ച് കാണാൻ തന്നെ ആ ഫോൺ ഭയങ്കര ലുക്കാണ്. ഏതൊരാൾക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പ്രീമിയം ഫോണാണ്. ആ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരൊറ്റ കാര്യം കാരണം ഓല ഇങ്ങനെ ബാക്കൊക്കെ ആവണം. എന്തുകൊണ്ട് എനിക്ക് സാർ ഇപ്പോൾ ഗൂഗിൾ പിക്സൽ പറയണത് ഞങ്ങൾ സ്നാപ്ഡ്രാഗൺ പ്രൊസസർ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പരിപാടികളൊന്നും നടക്കില്ല. ഒരു സത്ത് ഫക്ക്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാംസങ് ഒക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യണേ? എനിക്ക് നിങ്ങൾക്ക് ഇവരോട് ഒന്നേ പറയുള്ളൂ, പ്ലീസ് ഒരു ഡ്രീം ഫോൺ ഉണ്ടാക്കിത്താ, ഒരു സ്നാപ്ഡ്രാഗൺ 8L8 വെച്ചാണ്ട് നിങ്ങൾ ഈ സെയിം ഡിസൈൻ വെച്ചാണ്ട് തന്നെ ഗൂഗിൾ പിക്സൽ 11 ഒന്ന് ഇറക്കി തരുമോ, 11 സീരീസ്. സത്യം പറ ആപ്പിളും സാംസങ് ഇങ്ങനെ നിൽക്കും. അത്രയാണ് ഇവരെ ഫോണിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ ഇവരെ UI കാര്യങ്ങളൊക്കെ അടിപൊളി, കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വരിക ഈ ഫോണിലാണ്, ഗൂഗിളിലായതുകൊണ്ട് തന്നെ. എനിവേ എനിക്ക് സങ്കടത്തോടുകൂടി മെൻഷൻ ചെയ്തെന്നുള്ളൂ ഗൂഗിൾ പിക്സലിനെ. എൻ്റെ ഡ്രീം ഫോണാണ് ഗൂഗിൾ പിക്സൽ. എനിക്ക് പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അന്ന് പണ്ടിറങ്ങിയ ഗൂഗിൾ പിക്സൽ 4 ഒക്കെ എപ്പോഴും മനസ്സിലുണ്ട്. എൻ്റെ പണ്ടത്തെ എനിക്ക് ഭയങ്കര പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഫോണാണ്. പിന്നെ ഗൂഗിൾ പിക്സൽ 6 എന്നുള്ള നല്ലൊരു കംബാക്ക് ഒക്കെ നടത്തി. പക്ഷേ ഓലെ ഈ ടെൻസർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ടെൻസർ ചിപ്സെറ്റാണ് ഓലെ ബാക്ക് വലിക്കുന്നത്. എന്തുകൊണ്ടൊരു സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസർ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസ് ആയിട്ട് മാറും. ഓലൊന്നും ഈ ലിസ്റ്റിലില്ല സത്യം പറഞ്ഞാൽ, പക്ഷേ ഞാനൊന്ന് മെൻഷൻ ചെയ്യാൻ തോന്നി എനിക്ക്. എനിവേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 10 സീരീസിൽ എടുക്കുകയാണ് നല്ലത്. 8ഉം 7ഉം 6 ഒക്കെ അവോയ്ഡ് ചെയ്യുക. 9 സീരീസ് കുഴപ്പമില്ല. പിന്നെ ഗൂഗിൾ പിക്സൽ 10 എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്, 10A 9A എന്നുള്ള ഫോൺസൊക്കെ. ഇതെന്നൊക്കെ പറഞ്ഞാൽ അണ്ടർ 50K റേഞ്ചിലാണ്. ഇതിനൊക്കെ ഫോട്ടോ ക്വാളിറ്റി നൈസായിട്ടുണ്ട്, പക്ഷേ വീഡിയോ ക്വാളിറ്റി ഒക്കെ ആവറേജാണ്. പിന്നെ ഇതിലും വരുന്നത് നല്ലൊരു ടെൻസർ G4 ആണ് ഈ 2 ഫോൺസിലും വരുന്നത്. അതാണ് അതിൽ ആ പടം ബാക്കൊക്കെ വലിക്കണ കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ എൻ്റെ വേസ്റ്റ് ഫോൺസിൻ്റെ ലിസ്റ്റ്. ഏതെങ്കിലും ഫോൺ വിട്ടുപോയോ എന്നുള്ളത് നിങ്ങൾ പറയാം. നിങ്ങളെ ഫോൺ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് പറയാം. ആൻഡ് ഇനിയിപ്പോൾ അടുത്തതിന് ഒരു സെക്കൻഡ് പാർട്ടും ആണോ, വേറെ ഫോൺസിന് ഇവിടെ വേസ്റ്റ് ഫോൺസിൽ ഉൾപ്പെടുത്തണോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്ത സാംസങ്, ഗൂഗിൾ പിക്സൽ, ആപ്പിളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണെങ്കിൽ ഗെയിമിംഗ് ലാപ്പിൻ്റെയും ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിതാ.